قال الله تعالى في قرآنه الكريم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മധ്യവേനൽ അവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നമാണ് ഉന്നത വിദ്യാഭ്യാസം അവർക്ക് നൽകണം എന്നത്. തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ പകുതിയിൽ ഏറെയും മാതാപിതാക്കൾ ചെലവഴിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച ആദ്യത്തെ വചനങ്ങൾ തന്നെ അറിവിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനിവിടെ ഊതിവെച്ച ആയത്തുകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സൂറത്ത് അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അതിൻ്റെ പ്രാധാന്യമാണ് ഈ 5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വച്ചത്. മാത്രമല്ല ഈ 5 ആയത്തുകളിൽ ഒരായത്താണ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ മാംസപിണ്ഡം അല്ലെങ്കിൽ രക്തക്കട്ട, അതുമല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു, അതിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ആ പഠനം എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള പഠനമാണ്. അതിൻ്റെയൊക്കെ സാധ്യതയാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെ, ഗർഭാശയത്തിൽ ഒരു മനുഷ്യൻ ഏത് രൂപത്തിലാണ് രൂപപ്പെടുന്നത്, അതിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. ഒരു പുതിയ സാധ്യത തുറന്നിടുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെയ്തത്. എത്രത്തോളം പഠനത്തിനും ഗവേഷണത്തിനും ചിന്തയ്ക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഹദീസുകളും 1-2 ആയത്തുകളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇബ്നു മാജ
അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചകന്റെ വചനമാണ് ത്വലബൽ ഇൽം ഫരീള അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിങ്ങൾക്കും അറിവ് അന്വേഷിക്കൽ നിർബന്ധമാണ്, അത് ഫർളാണ്. നമസ്കാരം പോലെ തന്നെ, ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതേപോലെ മറ്റൊരു പ്രവാചകന്റെ വചനമാണ്, അത് മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൻ സലക ത്വരീഖ യൽതമസ ഫീഹി ഇൽമ, അറിവ് അന്വേഷിച്ചുകൊണ്ട്, പഠനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വഴിയിലൂടെ അഥവാ അതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നു, ത്യാഗം സഹിക്കുന്നുവെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കും. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയേണ്ടതില്ല. സ്വർഗം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ത്വലബൽ ഇൽമ്, അറിവ് അന്വേഷിക്കുക, അറിയുക, പഠിക്കുക, വായിക്കുക, ചിന്തിക്കുക എന്നത്. ഇനി ഒരുപാട് ഹദീസുകളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. വിശുദ്ധ ഖുർആനിൽ വന്ന 1-2 ആയത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്താം. സൂറത്തുൽ സുമർ അതിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താരതമ്യം ചെയ്യുന്നുണ്ട്. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അഥവാ അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും 2 കാറ്റഗറി ആയിട്ടാണ് ഇസ്ലാം തിരിച്ചത്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല എന്ന് താങ്കൾ ജനസമൂഹത്തോട് പ്രഖ്യാപിക്കുക. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള, ചിന്തയുള്ള, പഠനമുള്ള ആളുകളാണ് ദിക്ർ നടത്തുകയുള്ളൂ. എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ സ്മരിക്കലാണ്. അപ്പൊ അള്ളാഹിനെ സ്മരിക്കാൻ അഥവാ ദിക്ർ ചൊല്ലാൻ വരെ നമുക്ക് അൽബാബ് അഥവാ ബുദ്ധിയും പഠനവും ആവശ്യമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. ഇനിയും ആയത്തുകളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ചെറിയ ഖുതുബയിൽ അത് മുഴുവനായിട്ട് പരാമർശിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയിലെ 114-ാമത്തെ ആയത്തിൽ ഒരു പ്രാർത്ഥനയും അള്ളാഹു പഠിപ്പിക്കുന്നു. ഖുൽ, പ്രവാചകരെ താങ്കൾ അവരെ പഠിപ്പിക്കൂ, റബ്ബി സിദ്നി ഇൽമാ, ഞങ്ങൾക്ക് നീ ധാരാളം അറിവ് വർദ്ധിപ്പിച്ച് നൽകണമേ പടച്ചവനെ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാനായിട്ട് നീ ജനസമൂഹത്തെ പഠിപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചില ഹദീസുകളും 1-2 ആയത്തുകളുമാണ് നിങ്ങളുടെ മുമ്പാകെ വച്ചത്. ഇനിയും ധാരാളം ഹദീസുകളുണ്ട്, ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തു. നമുക്കെല്ലാവർക്കും അതറിയാം, മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ. കാരണം പ്രവാചകർക്ക് മക്കയിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ സാധിച്ചില്ല. മക്കയിലെ 13 വർഷക്കാലം അവരുടെ ജീവിതം എന്നത് വളരെ പ്രയാസകരമായിരുന്നു. മുസ്ലിങ്ങൾക്ക് അവരുടെ ഇബാദത്തുകളെ, അവരുടെ ആരാധനകളെ ഒന്നും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതമായിരുന്നു പ്രവാചകർക്കും സ്വഹാബിമാർക്കും മദീനയിൽ ഉണ്ടായിരുന്നത്. മക്കയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഒരു പള്ളി നിർമ്മിച്ചു. നമുക്കറിയാം മസ്ജിദുൻ നബവി, ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൻ നബവി എന്നാണ്. നബവി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നതിന്റെ അർത്ഥം. പ്രവാചകന്റെ പള്ളി, പ്രവാചകൻ നിർമ്മിച്ച് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്ത പ്രവാചകന്റെ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ആ പള്ളിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ആ പള്ളിക്ക് മാത്രമല്ല, നമ്മുടെ ഈ പള്ളിക്കും ആ പേരുണ്ട്. ലോകത്ത് ജുമഅ നടക്കുന്ന എല്ലാ പള്ളികൾക്കും ആ പേരാണ് പറയുക. അതിന്റെ അറബി പേരാണ് അൽ മസ്ജിദു ജാമിഅ എന്നത്. അഥവാ സംഘടിതമായ നമസ്കാരം നടക്കുന്ന പള്ളി എന്നർത്ഥം, അല്ലെങ്കിൽ ഇതുപോലെ ജുമഅ നടക്കുന്ന പള്ളി എന്നർത്ഥം. അപ്പൊ ജുമഅ നടക്കുന്ന, സംഘടിതമായ നമസ്കാരം നടക്കുന്ന എല്ലാ പള്ളികൾക്കും അറബിയിൽ പറയുന്ന പേരാണ് അൽ മസ്ജിദു ജാമിഅ. അതിൽ നിന്നാണ് ജുമഅ എന്ന വാക്കുണ്ടായത്. അതിൽ നിന്നാണ് സ്വലാത്തുൽ ജമാഅത്ത് എന്ന വാക്കുണ്ടായത്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ സംഘടിതമായ നമസ്കാരം നടക്കുന്ന, സമയാസമയത്ത് സംഘടിതമായിട്ട് ഇക്കാമത്ത് കൊടുത്ത് ഇമാമു നിന്ന് നമസ്കാരം നടക്കുന്ന എല്ലാ പള്ളികൾക്കും അറബിയിൽ ഈ പേരാണ് പറയുക. പക്ഷേ
ഈ പേരിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ജാമിഅ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥമാണ് സർവകലാശാല, യൂണിവേഴ്സിറ്റി. അപ്പൊ അൽ മസ്ജിദു ജാമിഅ എന്ന് പറയുമ്പോൾ നിസ്കാരം മാത്രമല്ല, ഇവിടുന്ന് സകല വിദ്യാഭ്യാസവും സകല അറിവും അല്ലെങ്കിൽ അറിവിനുള്ള പ്രോത്സാഹനവും അറിവ് തേടി അറിവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തെ സമുദ്ധരിക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും ഒക്കെ ലഭിക്കുന്ന ഇടം. കേവലം ആരാധനകൾ മാത്രം, ദിക്റുകൾ മാത്രം നടക്കുന്ന ഇടമല്ല പള്ളി. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മസ്ജിദ് നബവി നിർമ്മിക്കുന്നു. ആ നബവിയിൽ എന്തൊക്കെയാണ് നടന്നത്? 5 നേരത്തെ നിസ്കാരം അവിടെ നടന്നു, ശരിയാണ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരം അവിടെ നടന്നു, അതും ശരിയാണ്. അതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ ഒരുമിച്ചിരുത്തി അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം, അവർക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, നബിക്ക് അറിയാവുന്നത് വഹയും ഖുർആനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്കുള്ള അറിവുകൾ പകർന്നു കൊടുക്കാൻ മറ്റ് അധ്യാപകരെ പ്രവാചകൻ കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ബദർ യുദ്ധം കഴിഞ്ഞപ്പോ. ബദർ യുദ്ധത്തിൽ ഏതാണ്ട് 70ഓളം ശത്രു വിഭാഗത്തിൽപ്പെട്ടവരെ ബന്ദികളായിട്ട് പിടിക്കേണ്ടായി. ആ ബന്ദികളായിട്ട് പിടിച്ചവരെ ഏത് രൂപത്തിലാണ് മോചിപ്പിക്കേണ്ടത്? അവരെ കൊന്നുകളയണോ അതല്ല അവരെ മോചിപ്പിക്കണോ? ഈ ശക്തമായ ചർച്ച ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ സ്വഹാബിമാരും അതേപോലെ നബിയും മുന്നോട്ട് വച്ച ഒരാശയം, നമുക്കിവരെ മോചിപ്പിക്കാം. പകരം എന്താണ് വേണ്ടത്? പകരം അറിവുള്ളവര് അറിവില്ലാത്തവരെ ആ അറിവ് പഠിപ്പിക്കട്ടെ. അഥവാ ഒരാളുടെ മോചനത്തിന് വേണ്ടി 10 പേർക്ക് വിദ്യാഭ്യാസം നൽകട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാൻ കോടികൾ പണം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ ഈ ശത്രു വിഭാഗം തയ്യാറാണ്. ബന്ദികളെ മോചിപ്പിക്കണം, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ ബന്ദികൾ. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ഉപാധി എന്താണ്? ബന്ദികളെ മോചിപ്പിക്കാം. പകരം എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറിവില്ലാത്ത മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അറിവുള്ളവര് അറിവ് പകർന്നു കൊടുക്കട്ടെ. അപ്പോ മദീന പള്ളിയിൽ വന്നിട്ട് ഈ അറിവുള്ള ആളുകൾ അറിവില്ലാത്ത മുസ്ലിങ്ങളെ വിദ്യ പഠിപ്പിക്കുന്നു. ആ ഒരു നിബന്ധനയിൽ ബന്ദികളെ മോചിപ്പിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം പ്രാധാന്യമാണ് അറിവിന് കൊടുത്തത് എന്നീ സംഭവങ്ങളൊക്കെ അങ്ങനെ മദീന പള്ളിയിൽ വന്നിരുന്ന് പഠിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പഠിച്ചവരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് വഴിയെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തൗഹീദുമായി ബന്ധപ്പെട്ട്, ആഖിറത്തുമായി ബന്ധപ്പെട്ട്, റിസാലത്തുമായി ബന്ധപ്പെട്ട്, അഥവാ ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം, അതേപോലെ പ്രവാചകത്വം, അതേപോലെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ വളരെ അടിവരയിട്ട് പറയുന്ന 3 പോയിന്റുകൾ. ഇതിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, വായിച്ചു പഠിക്കൂ. ഒരായത്ത് ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസന്മാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ആ ദാസന്മാരുടെ പ്രത്യേകത അല്ലദീന യദ്കുറൂന അല്ലാഹ, അവർ അള്ളാഹിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഖിയാമൻ വഖുഊദ, നിന്നും കിടന്നും ഇരുന്നും എല്ലാ സമയത്തും അവർ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദിക്ർ മാത്രമല്ല, വയതഫക്കറൂന, അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഫി ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. യതഫക്കറൂന, ഫിക്ർ എന്ന് പറഞ്ഞാൽ ഗവേഷണമാണ്. ഇവിടെ ദിക്ർ എന്ന പദത്തെയും ഫിക്ർ എന്ന പദത്തെയും അള്ളാഹു ചേർത്ത് വെച്ചു. ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്കത് പരിചയമുണ്ട്. തസ്ബീഹ് മാല ചൊല്ലി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറയലാണ്, അള്ളാഹിനെ പുകഴ്ത്തലാണ് ദിക്ർ. ആ പദത്തോട് ചേർത്താണ് ഫിക്ർ എന്ന പദം വന്നത്. ഫിക്ർ എന്ന് പറയുമ്പോൾ അഗാധമായ ചിന്തയാണ്, അഗാധമായ പഠനമാണ്. ഇൽമ് എന്ന വാക്കിന്റെ അർത്ഥം കേവലമായ അറിവാണെങ്കിൽ ഫിക്ർ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള ചിന്തയ്ക്കാണ് ഫിക്ർ എന്ന് പറയുക. അപ്പൊ ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ് അവൻ പള്ളിയുടെ മൂലയിൽ ഇരുന്ന്
സുബ്ഹാനല്ലാഹ് ചൊല്ലി കഴിച്ചുകൂട്ടുന്നവനല്ല, അവൻ പ്രപഞ്ചത്തെ സംബന്ധിച്ച ആഴത്തിൽ ചിന്തിക്കുന്നവനും പഠിക്കുന്നവനും. വയതഫക്കറൂന, അവർ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണ പഠന പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പറയുമ്പോൾ അത് തൗഹീദ് കണ്ടുപിടിക്കാനുള്ള ഒരു മേഖലയായിട്ട് കൂടിയാണ് അള്ളാഹു പറയുന്നത്. ഇതേപോലെ റിസാലത്ത്, ആഖിറത്ത് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പാഠപുസ്തകമായിട്ട് ഈ പ്രപഞ്ചത്തെ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസത്തിന്, അറിവിന് ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്? അറിവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നു. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് വാല്യൂ ബേസ്ഡ് ആണ്, അഥവാ മൂല്യാധിഷ്ഠിതമാണ്. മനുഷ്യരിൽ നന്മകൾ ഉണ്ടാകണം, മനുഷ്യന്റെ ധാർമ്മികമായ നിലവാരം അഥവാ മോറൽ സൈഡ് അവിടെ ശക്തി പ്രാപിക്കണം, മനുഷ്യന്റെ സദാചാര ബോധം ശക്തിപ്പെടണം. ഇതാണ് അറിവ് കൊണ്ട് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് തൊഴിൽ അധിഷ്ഠിതമാണ്. എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കണം, അഥവാ കരിയറുമായി ബന്ധപ്പെട്ട്. അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് തൻ്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി അങ്ങനെ സുഖമായിട്ട് ജീവിക്കണം എന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ വാല്യൂ ബേസ്ഡ് അല്ല, അഥവാ മൂല്യങ്ങളില്ല, മറിച്ച് തൊഴിൽ അഭ്യാസമായിട്ട് വിദ്യാഭ്യാസം മാറി. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിൽ വേണം, തൊഴിൽ വേണ്ട എന്നല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം. തൊഴിലിന്റെ കൂടെ വാല്യൂസ് വേണം, മൂല്യങ്ങൾ വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ തൗഹീദുമായി ബന്ധപ്പെട്ട് തൻ്റെ ദൈവത്തെ, സൃഷ്ടാവിനെ കണ്ടെത്തണം, തൻ്റെ പാരത്രിക ലോകത്തെ സംബന്ധിച്ച് അവബോധം വേണം, പ്രവാചകന്മാരെ സംബന്ധിച്ച് അറിയണം, ജീവിതവുമായി ബന്ധപ്പെട്ട ധാർമ്മികമായ നിലവാരം വേണം. ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുക, അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വചനങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു അജണ്ട ഇന്ന് നമുക്കറിയാം. ഇന്ന് മതം പഠിച്ച ഒരുപാട് മതവിദ്യാർത്ഥികളുണ്ട്, ഭൗതികമായി പഠിച്ച ഒരുപാട് മിസ്റ്ററായ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. അഥവാ നമ്മൾ മതം പഠിച്ചവരെ മൗലവിമാർ എന്ന് വിളിക്കുന്നു, മതം പഠിക്കാതെ ഭൗതികം മാത്രം പഠിച്ചവരെ നമ്മൾ സാധാരണയായിട്ട് മിസ്റ്റർ എന്നാണ് വിളിക്കുക. അപ്പൊ മൗലവിമാര് അതേപോലെ മിസ്റ്റർമാർ രണ്ട് കാറ്റഗറിയായി തിരിച്ചു. മതവിദ്യാഭ്യാസം വേറെ, ഭൗതിക വിദ്യാഭ്യാസം വേറെ. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മതവിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസം ഇല്ല, ഭൗതിക വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസം ഇല്ല. രണ്ടും ഒന്നാണ്. കാരണം ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ്, ഭൗതികത ആത്മീയത ആ വ്യത്യാസമില്ല. ഭൗതികതയും ആത്മീയതയും അള്ളാഹുവിൽ നിന്നാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ മാലിക് യൗമിദ്ദീൻ പോലെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ മതം മാത്രം പഠിച്ചാൽ പോരാ. വിശുദ്ധ ഖുർആനിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ചില ആയത്തുകളുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ എന്താണ് ഒട്ടകത്തിലേക്ക് നോക്കാത്തത്? ഒട്ടകത്തെ സംബന്ധിച്ച് എന്താണ് ചിന്തിക്കാത്തത്, പഠിക്കാത്തത്? അതിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണം എന്താണ് നടത്താത്തത്? ഇത് അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതിന്റെ താഴെ വഇല സമായി കൈഫ റുഫിഅ, നിങ്ങൾ ആകാശത്തെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു? ആ വിഷയത്തിലുള്ള പഠനവും ഗവേഷണവും എന്തുകൊണ്ട് നടത്തുന്നില്ല? വഇലൽ അർളി, നിങ്ങൾ എന്താണ് ഭൂമിയിലേക്ക് നോക്കാത്തത്? കൈഫ സുത്തിഹ, അതെങ്ങനെ പ്രവിശാലമാക്കപ്പെട്ടിരിക്കുന്നു? വഇലൽ ജിബാൽ, എന്തുകൊണ്ട് പർവ്വതങ്ങൾ അതിലേക്ക് നോക്കുന്നില്ല? കൈഫ സുത്തിഹ, അതെങ്ങനെ? വഇലൽ ജിബാൽ, പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ അള്ളാഹു എന്തിനാ പറയുന്നത്? നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും പരലോകത്തെ സംബന്ധിച്ച് മാത്രം പറഞ്ഞാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യന്റെ ചിന്തയുടെ ഒരു ലോകമുണ്ട്, അത് ഭൗതികത അല്ലെങ്കിൽ ആത്മീയത. ആ ഒരു വേർതിരിവില്ല, എല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒന്നാണ്. അപ്പൊ മതം മാത്രമല്ല പഠിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരായിരുന്നു? ഇസ്ലാമിക ശരീഅത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ,
നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പല നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങൾ ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഉമർ ആയേനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രവാചകൻ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ അത്ര ചിന്തയും പഠനവും അറിവുമുള്ള നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഉമർ മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ രണ്ടു പേരെ സംബന്ധിച്ചും റസൂല് പറഞ്ഞത് എന്റെ കണ്ണും കാതുമാണ് അബൂബക്കറും ഉമറും എന്നാണ്. മാത്രമല്ല റസൂല് മറ്റൊരിക്കൽ പറഞ്ഞു, ഏതാണ്ട് 8ഓളം സ്ഥലങ്ങളിൽ ഉമറിന്റെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത്. അഥവാ ഉമറിന്റെ നിരീക്ഷണം, ഉമറിന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ആഗ്രഹമല്ല, ദീനുമായി ബന്ധപ്പെട്ട ആഗ്രഹം. അപ്പോ അത്രമാത്രം ചിന്തയും പഠനവും ഇസ്ലാമിക ശരീഅത്തിൽ അവഗാഹവുമുള്ള, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിക്കും ഒരു ആലിം, ഒരു ഉസ്താദ്, ഒരു മൗലവി, ഇനിയിപ്പോ എന്താണ് വിളിക്കാൻ പറ്റുക? ആത്മീയമായി വിദ്യാഭ്യാസം നേടിയ ആളെ നമ്മൾ എന്തൊക്കെ വിളിക്കുമോ ആ പേരൊക്കെ വിളിക്കാം, ശരി. പക്ഷെ അദ്ദേഹം അതിനപ്പുറം രാഷ്ട്രീയം പഠിച്ച, അഥവാ പൊളിറ്റിക്സ്, അതിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കേവലം മതം മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെ മതം മാത്രം പഠിച്ചവരായിരുന്നു സഹാബിമാർ. മഹാത്മാഗാന്ധി വരെ പറഞ്ഞില്ല, ഇന്ത്യക്ക് ആവശ്യം ഉമറിന്റെ ഭരണമാണ്. അത്രമാത്രം നിരീക്ഷണമുള്ള, അത്രമാത്രം രാഷ്ട്രീയം തിരിയുന്ന ആ കാലഘട്ടത്തിലെ റോമ, പേർഷ്യ പോലെയുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങളെ വരെ വിറപ്പിച്ച ഒരു രാഷ്ട്രീയ പണ്ഡിതൻ, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ സയന്റിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹം വളർന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കേവലം മതം മാത്രം ഒരു ഹാഫിളായിട്ട് ഒരു പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടാനല്ല ഇസ്ലാം പറയുന്നത്. അല്ലെങ്കിൽ താടിയും തൊപ്പിയും വച്ചിട്ട് അങ്ങനെ ഒരു ആത്മീയ ഗുരുവായി നടക്കാനല്ല പടച്ചോൻ പറയുന്നത്. പഠനത്തിന്റെ മേഖല വിശാലമാണ്, എല്ലാം പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മസ്ജിദു ജാമിഅ, ഇസ്ലാമിക സർവകലാശാലയിൽ മദീന പള്ളിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളുടെ പ്രത്യേകതയാണിത്. ഉമറിനെ പോലെ രാഷ്ട്രീയ നിരീക്ഷകൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ നിരീക്ഷകർ, അങ്ങനെ എത്ര മഹാന്മാർ. ഇവരൊക്കെ ആദ്യം ആരായിരുന്നു? സാധാരണ പറയും ഒട്ടകത്തിന്റെ കയറി പിടിക്കാൻ മാത്രം അറിയുന്ന കാട്ടറബികൾ. ഈ കാട്ടറബികളെയാണ് ഇസ്ലാം ഈ രൂപത്തിലേക്ക് ഉയർത്തിയെടുത്തത്. ഒരുപാട് ചരിത്രം നമുക്ക് ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ആലിം എന്ന് സാധാരണ പറയും, ആലിം. അതേപോലെ മറ്റൊരു വാക്കാണ് ആലം. രണ്ട് വാക്കുണ്ട്. ഒന്ന് ആലിം എന്ന ലാമിന് കെസറാണ് ആലിം. ആലിം എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക് സ്കോളറെയാണ് നമ്മൾ ആലിം എന്ന് പറയുക, ഇസ്ലാമിക പണ്ഡിതൻ. സാധാരണയായി നമ്മൾ അങ്ങനെ അദ്ദേഹം ഒരു ആലിമാന്ന് പറയും. എന്നാൽ ആലം എന്ന മറ്റൊരു വാക്കുണ്ട്. ആലം എന്ന് പറയുമ്പോൾ ലാമിനോടെ ഫത്തഹാണ്. ആലമിന്റെ അർത്ഥം ഈ പ്രപഞ്ചം എന്നാണ്. അപ്പൊ ആ രണ്ട് വാക്കുകളെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കെസറിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ആലിമാണെങ്കിൽ ഒന്ന് ആലമാണ്. എന്താണ് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ലോകത്തെ അറിയുന്നവനാണ് പണ്ഡിതൻ, അഥവാ ആലമിനെ അറിയുന്നവനാണ് ആലിം. ലോക വിവരമില്ലാതെ കുറച്ച് ആയത്തും ഹദീസും ഒക്കെ മനപ്പാടമാക്കി വെച്ച ഒരാളെ സംബന്ധിച്ച് ഒരു സ്കോളർ എന്ന് പറയാൻ കഴിയില്ല. ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല. ലോകത്തെ അറിയുന്നവൻ, അഫ്ളലുൽ ഇൽം അൽ ഇൽമുൽ ഹാൽ എന്നൊരു ആപ്തവാക്യമുണ്ട്. കാലഘട്ടത്തെ സംബന്ധിച്ച് പാണ്ഡിത്യമുള്ളവരാണ്. ആ പാണ്ഡിത്യമാണ് യഥാർത്ഥ പാണ്ഡിത്യമെന്ന്, അഥവാ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥ അറിവുള്ളവരാണ്. ആ അറിവാണ് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ അറിവെന്ന് ഒരു ആപ്തവാക്യം കൂടിയുണ്ട്. അപ്പൊ അറിവിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുക. ഇത്രമാത്രം പ്രാധാന്യം ഇസ്ലാം അറിവിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരുപാട് സയന്റിസ്റ്റുകളെ, അഥവാ ഒരുപാട് ശാസ്ത്രജ്ഞരെ ഇസ്ലാം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ. ഒരുപക്ഷെ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ലോകത്തിപ്പോ നാസ എന്ന് പറയുന്ന ഒരു ഗവേഷണ കേന്ദ്രമുണ്ടല്ലോ, ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്ത് ബാഗ്ദാദിൽ ഒരു ഗവേഷണ കേന്ദ്രം ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ബാഗ്ദാദ് കേന്ദ്രീകരിച്ച് ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ ഒരു ഗവേഷണ, മഹത്തായ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു.
ഒരുപാട് ശാസ്ത്രജ്ഞരെ അത് സംഭാവന ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം. ഇത് ഇംഗ്ലീഷിൽ ആ പുസ്തകം കിട്ടും. അതിന്റെ മലയാളവും ഇറങ്ങിയിട്ടുണ്ട്. 2025 പ്രസിദ്ധീകരിച്ച സലീം ഖാൻ രചിച്ച വളരെ ഇസ്ലാമിന്റെ ആ ചരിത്രത്തെ അഥവാ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രമടങ്ങിയ പുസ്തകമാണ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന കുറെ സയന്റിസ്റ്റുകളുണ്ട്, അഥവാ അൽജിബ്രയുടെ പിതാവായിട്ട്, അതായത് ഗണിതശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ട അതുല്യമായ സംഭാവനകൾ നൽകിയ ഒരു ഇസ്ലാമിക സയന്റിസ്റ്റ് ആയിരുന്നു അൽ ഖവാരിസ്മി. അതേപോലെ പ്രകാശശാസ്ത്രം, ആ പ്രകാശശാസ്ത്രവുമായി അതിന്റെ പിതാവായിട്ട് അറിയപ്പെട്ടിരുന്ന ഇബ്നുൽ ഹൈത്തം. അതേപോലെ ഭൂമി ശാസ്ത്രകാരനായ അൽ ബിറൂനി കണ്ട ഇന്ത്യയെ കുറിച്ചുള്ള അൽ ബിറൂനിയുടെ ഒരു ചരിത്രമുണ്ട്. അൽ ബിറൂനി കണ്ട ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പാരമ്പര്യം, ഇന്ത്യയിലെ മതങ്ങൾ, ഇന്ത്യയിലെ സംസ്കാരങ്ങൾ എല്ലാത്തിനെയും കോർത്തിണക്കി അദ്ദേഹം രചിച്ച ബൃഹത്തായ ഒരു പുസ്തകമാണ് അൽ ബിറൂനി കണ്ട ഇന്ത്യ. അതേപോലെ എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ പ്രശസ്തനായ സയന്റിസ്റ്റ് ആയിരുന്നു ഇസ്മായിൽ അൽ ജസാരി. അതേപോലെ തത്വചിന്തകനായ അൽ ഖിന്ദി, അതേപോലെ രസതന്ത്രത്തിന്റെ പിതാവായ ജാബിർ ഇബ്നു ഹയ്യാൻ. ഇങ്ങനെ ഒട്ടനവധി സയന്റിസ്റ്റുകളെ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ കലയിലും കാലിഗ്രഫിയിലും അതേപോലെ സാഹിത്യത്തിലും തത്വശാസ്ത്രത്തിലും അതേപോലെ ശില്പകലയിലും ഒക്കെ എല്ലാ രംഗത്തും, അത് മതരംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും, ഭൗതിക രംഗത്ത്, ആത്മീയ രംഗത്ത്, മതരംഗത്ത്, ഭൗതിക രംഗം എന്ന് പറയും വ്യത്യസ്ത മേഖലകളിൽ ഇവരൊക്കെ അർപ്പിച്ച സംഭാവനകൾ ഈ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നു. പിന്നീട് ഇസ്ലാം മെല്ലെ പരാജയപ്പെടുകയുണ്ടായി. ആ പരാജയപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം അറിവിൽ നിന്ന്, അഥവാ ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്ന് പുറകോട്ട് പോയതാണ്, സുഖലോലുപതയിൽ ലയിച്ചു പോയതാണ്, അധികാരവും എല്ലാം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഞങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് കാലം കഴിക്കേണ്ടവരല്ല നമ്മൾ. ഈ അറിവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന പുതിയ തലമുറയോടും രക്ഷകർത്താക്കളോടും എന്നോട് തന്നെയും പറയാനുള്ള കാര്യം, അറിവിന്റെ പുതിയ പുതിയ മേഖലകൾ അന്വേഷിക്കണം. അത് വാല്യൂ ബേസ്ഡ് ആയ എഡ്യൂക്കേഷൻ, അത് തൊഴിലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിൻ്റെ കൂടെ വാല്യൂസും ഉണ്ടാകണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ കീ പോയിന്റുകൾ, പ്രധാനപ്പെട്ട മേഖലകളിൽ എത്തിപ്പെടാൻ ആവശ്യമായ ആ ഒരു വിദ്യാഭ്യാസം, ആ ഒരു ക്വാളിഫിക്കേഷൻ, അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ തീർച്ചയായും സാധിക്കണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ വാർത്തെടുക്കണം. മഹല്ലുകൾ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകണം. നമ്മുടെ മഹല്ലിന്റെ കീഴിലുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പഠിപ്പിക്കാനായിട്ട് സമുദായം ഉണർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെ ഈ സമുദായത്തിൽ ഈ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന 1-2 സ്ഥാപനങ്ങൾ നമ്മുടെ കൊടകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഉമ്മത്തുൽ കൊടക്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അവർക്ക് വേണ്ട ഗൈഡൻസ്, ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത്, അവർക്ക് ആവശ്യമായ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ് ഉമ്മത്തുൽ കൊടക് എന്ന് പറഞ്ഞിട്ട് ഈ കൊടകിൽ പ്രവർത്തിക്കുന്ന ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ്. അതേപോലെ നൈമ എഡ്യൂക്കേഷൻ, ഇവരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെയും നിങ്ങൾ അറിയണം. അവരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നല്ല വഴികൾ കണ്ടെത്തുവാൻ രക്ഷകർത്താക്കൾ തയ്യാറാകണം. അപ്പൊ ഇത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അറിവ് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് അഥവാ വിവരം എന്നത് ഒരു സത്യവിശ്വാസിയുടെ കളഞ്ഞു പോയ സ്വത്താണ്. അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കണം, എവിടെ കണ്ടാലും അത് പെറുക്കിയെടുക്കണം. ഇത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. 2 വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുക അറിവുള്ളവർ മാത്രമാണ്. അത് കേവലമായ അറിവല്ല,
ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അഗാധമായ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ഖുശൂ, ഈ ഭയഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അറിവും ഭക്തിയും രണ്ടല്ല. അറിവ് കൂടുന്തോറും ഭക്തി കൂടുകയാണ് ചെയ്യുക. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.